പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി ജയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ആ കുട്ടിയുടെ അടുത്ത ചെക്കപ്പ് ഡേറ്റ് എന്നാ, എനിക്ക് കരൾ തന്ന ആ കുട്ടിയുടെ ചെക്കപ്പ് ഡേറ്റ് എന്നാ അടുത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ജയൻ ഇങ്ങനെ ദേവയാനിയോട് പറയാം, നീ എന്തിനാ എപ്പോഴും ആ കുട്ടീനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് കിടക്കുന്നതെന്നിങ്ങനെ പറയും. അപ്പോൾ ദേവയാനി പറയുകയാണ്, പിന്നെ ഞാൻ ആരെക്കുറിച്ച് ചിന്തിക്കാനാ, എന്നെ മനസ്സിലാക്കാത്ത എൻ്റെ മരുമകളെ കുറിച്ച് ചിന്തിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നൈനയെ കുറിച്ചാണ് കേട്ടോ ഓരോന്നും പറയുന്നത്. നൈനയാണെങ്കിൽ ആദർശിനെ പാട്ടിലാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുത്തശ്ശിയാണെങ്കിലും കുറേ സ്വർണം നൈനയ്ക്ക് കൊണ്ടുപോയി കൊടുത്തല്ലോ, അതും അവൾ തട്ടിയെടുത്തു എന്നൊക്കെ പറയും. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ സ്വർണം പണമൊന്നും മോഹിക്കുന്ന ഒരുത്തിയല്ല നമ്മുടെ മരുമകൾ, അത് നീ ആദ്യം മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറയുമ്പോൾ ദേവയാനിക്ക് അത് ഇഷ്ടാവുന്നില്ല. ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഡോക്ടർ പലതവണ പറഞ്ഞതാണ് എനിക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത് എന്ന്, എന്നാലും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലോ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേവയാനി പറയുമ്പോൾ ഇതിനൊക്കെ പിന്നെ ഞാൻ എന്ത് മറുപടി പറയാനാന്ന് ജയനും പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് ഡോക്ടർ അങ്ങോട്ട് വരുന്ന സമയത്ത് ദേവയാനി ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പോൾ മുഖത്ത് നല്ല ദേഷ്യമുണ്ടല്ലോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഭർത്താവിൻ്റെ കൈയും പിടിച്ച് നടക്കുകയൊക്കെ ചെയ്യാം എന്നൊക്കെ പറയുകയെ. അപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മരുമകളെ കുറിച്ച് പറഞ്ഞതിൻ്റെ ദേഷ്യമാണെന്ന് ജയൻ പറയൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു, മൂർത്തി സാറിൻ്റെ പ്രഭാഷണമൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്, ഇങ്ങനെ അദ്ദേഹം ക്ലബ്ബിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കുമായിരുന്നു. അപ്പോൾ ആ മൂർത്തി സാറ് മരുമകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയിൽ നന്മയുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ജയൻ സാർ ആ കുട്ടീനെ കുറിച്ച് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയും. ഞാൻ തന്നെയാണ് ഇങ്ങനെ ദേവയാനിക്ക് സ്ട്രെസ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ മരുമകളെ കുറിച്ച് അങ്ങനെ പറഞ്ഞെങ്കിലും തെറ്റൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ അദ്ദേഹം അവിടുന്ന് പോകുന്നത്. പിന്നെ ഡോക്ടർ ദേവയാനിയുടെ അടുത്ത് വന്ന ഉടനെ തന്നെ പറയുന്നത്, ദേവയാനിക്ക് ഇങ്ങനെ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഡിസ്ചാർജ് ആവുന്നതിൻ്റെ മുന്നേ സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ട് വേണം പോവാൻ, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉപദേശം കൂടി കേട്ടിട്ട് വേണം പോവാൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പിന്നെ നൈനേനെയാണെങ്കിലും നന്ദു കൈ പിടിച്ച് നടത്തുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദർശാണ് ദേവയാനീനെ കൈ പിടിച്ച് ഇങ്ങനെ നടത്തിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ നടത്തിപ്പിക്കുന്നതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നവ്യയാണെങ്കിലും മുത്തശ്ശിനോട് വന്ന് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ അമ്മായിക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ അസുഖമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അബീനോട് ഇങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ജലജ അവിടേക്ക് വരികയാണ്. അപ്പോൾ ജലജയോടും ഈ കാര്യങ്ങൾ മുത്തശ്ശി പറയാണ് കേട്ടോ. മോളിങ്ങനെ അബീനോട് ഇങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ജലജ ദേഷ്യത്തോടുകൂടി ചോദിക്കുകയാണ്, അപ്പോൾ നീ ഇതൊക്കെ അവനോട് ചോദിച്ചിട്ടാണോ ഇങ്ങനെ തീരുമാനം എടുക്കുന്നത്, എൻ്റെ മകനെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, മോള് പറഞ്ഞത് നല്ലൊരു കാര്യമല്ലേ, അപ്പോൾ ഭാര്യമാരെന്തെങ്കിലും നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് ഭർത്താക്കന്മാർ നടത്തി കൊടുക്കണം എന്നൊക്കെ പറയും. പിന്നീട് നവ്യാണെങ്കിലും പറയാണ്, ഞാൻ കുടിക്കേണ്ടിയിരുന്ന പാലാണല്ലോ അമ്മായി കുടിച്ചത്, ആ പാലിൽ എൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മായിയമ്മയും ഭർത്താവും കൂടെ തന്നെ വിഷം ചേർത്താണോന്നും എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പോൾ അതിനൊരു പ്രായശ്ചിത്തം കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു നേർച്ച നേർന്നതെന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും പറയാണ്, ആരെങ്കിലും ഇങ്ങനെ സ്വന്തം കുഞ്ഞിനെ കളയാൻ നോക്കുമോ, എൻ്റെ മോന് അങ്ങനെയൊന്നും ചെയ്യില്ല, അതുപോലെ തന്നെ ഇങ്ങനെ ഏതെങ്കിലും അമ്മായിയമ്മമാർ പേരക്കുട്ടികളെ കളയാൻ നോക്കുമോ എന്നൊക്കെ പറയുവേ. അപ്പോൾ മുത്തശ്ശി പറയാണ്, അതൊന്നും പറയണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ടല്ലോ എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നേ. നവ്യാണെങ്കിലും ഇങ്ങനെ പറയാണ്, ഈ വീട്ടിലിങ്ങനെ ആരെ തമ്മിൽ അടുപ്പിക്കാമെന്നിങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടാക്കാമെന്നിങ്ങനെ ആലോചിച്ച് നടക്കുകയാണ് എൻ്റെ അമ്മായിമ്മ, അതിലിങ്ങനെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി അതങ്ങ് സമ്മതിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജലജേനോട് പറയാണ്, ആ സമയത്ത് മോളുടെ കാര്യങ്ങളൊക്കെ നീ നോക്കി നടത്തില്ലേ വേണ്ടത്, നിൻ്റെ പേരക്കുട്ടിയാണ് മോളുടെ വയറ്റിൽ കിടക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവളുടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണല്ലോ നോക്കുന്നതെന്നിങ്ങനെ ജലജ പറയേ. അപ്പോൾ നോക്കുന്ന കാര്യമൊന്നും പറയാതിരിക്കുകയാണ് ഭേദമെന്ന് നവ്യം പറയുന്നുണ്ടായിരുന്നേ. പിന്നെ ജലജയാണെങ്കിലും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോവേ. പിന്നെ മുത്തശ്ശി ചോദിക്കുന്നത് നൈനയെ കുറിച്ചാണ് കേട്ടോ. മോള് നൈനമോളെ വിളിച്ചായിരുന്നോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ വിളിച്ചായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ മോൾക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നവ്യ പറയും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പിന്നെ മുത്തശ്ശിയാണെങ്കിലും എപ്പോഴും ഇങ്ങനെ നൈനമോളെ കാണാൻ തോന്നുകയാണ്, മുത്തശ്ശിനും അങ്ങനെ തന്നെയാണ്, പാവം കുട്ടിയാണ് അവൾ എന്നൊക്കെ പറയും കേട്ടോ. അമ്മായിമ്മയ്ക്ക് വേണ്ടിയിട്ട് അവൾ എന്തെല്ലാം ചെയ്തു, എന്നിട്ട് ഇപ്പോഴും അമ്മായിമ്മയ്ക്ക് അവളെ കാണുന്നത് ചതുർത്ഥിയാണ് എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയും, അമ്മായിമ്മയ്ക്ക് എത്ര ചതുർത്ഥിയാണെന്ന് പറഞ്ഞാലും ഇപ്പോൾ അമ്മായിയുടെ ജീവൻ നിലനിൽക്കാൻ കാരണം അവളല്ലേ എന്നൊക്കെ പറയട്ടെ, അമ്മായിക്ക് ജീവൻ കൊടുത്തത് അവളല്ലേ എന്നൊക്കെ പറയുവേ. പിന്നീട് അബിയും ജലജയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ നവ്യ ഇങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്യാൻ വേണ്ടിയിട്ട് വഴിപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവളങ്ങനെ നിന്നെ കുഴപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലും ഇപ്പോൾ അത് ചെയ്യുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്.
അബിക്കാണെങ്കിൽ ശയനപ്രദക്ഷിണം ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. ഇപ്പോൾ ഇങ്ങനെ വ്രതം എടുക്കുന്നതും പോരാഞ്ഞിട്ട് ഇനിയിപ്പോൾ അതും കൂടെ ചെയ്യണമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ചെയ്യണം, അപ്പോൾ അത് നിനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നീ നിൻ്റെ അമ്മായിക്ക് വേണ്ടി ശയനപ്രദക്ഷിണം ചെയ്യുന്നത് കണ്ട് ഇങ്ങനെ ആദർശിനും അതുപോലെ തന്നെ ഇങ്ങനെ ജയേട്ടനൊക്കെ നിന്നോടൊരു സിമ്പതി തോന്നട്ടെ, അങ്ങനെയെങ്കിലും നിന്നെ ഒരു ബ്രാഞ്ചെങ്കിലും ഏൽപ്പിക്കട്ടെ. എനിക്ക് ഒന്നല്ല 3 ബ്രാഞ്ചുകളാണ് കൊടുത്തിട്ടുള്ളത്. അമ്മായിക്ക് വേണ്ടി ശയനപ്രദക്ഷിണമൊക്കെ ചെയ്യുന്നത് കണ്ട് നിന്നെ ഒരു ബ്രാഞ്ചെങ്കിലും ഏൽപ്പിച്ചാലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തടത്തു നിന്നാണ് നീ പെണ്ണെടുത്തത്, അതുകൊണ്ട് നിനക്ക് അവളുടെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടില്ല. അവൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമല്ലാതെ, അതുകൊണ്ട് നിനക്ക് ഉയർച്ച ഉണ്ടാവണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, ഒരു തവണ അങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്താൽ മതിയെന്ന് ചോദിക്കുമ്പോൾ പോരാ, 3 തവണ ഉരുളണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കരൾ പോയി കിടക്കുന്നവൾക്ക് ഇങ്ങനെ വേണ്ടിയിട്ട് ആദ്യം ഒരു തവണ ഉരുളണം, പിന്നെ നിൻ്റെ ഭാര്യ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്, പിന്നെ അത് കഴിഞ്ഞ് നിനക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ 3 തവണ നീ ഇങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് ദേവയാനീനോടുള്ള ദേഷ്യത്തിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ വന്ന സമയത്ത് അവളെ എന്നെ ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ വട്ടം കറക്കിയതാണ്, എനിക്ക് അവളവിടെ ഇങ്ങനെ കിടക്കുന്നതിൽ ഒരു സങ്കടവും ഇല്ല എന്നൊക്കെ പറയുന്നു കേട്ടോ ദേവയാനീനെ കുറിച്ച്. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ്, പക്ഷെ അവൾക്ക് വേണ്ടിയിട്ടല്ല നീ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്, നിനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ എല്ലാവരോടും നീ ഇങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് ശയനപ്രദക്ഷിണം ചെയ്യുകയാണെന്നേ ഞാൻ പറയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതെന്തായാലും മറക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. ശയനപ്രദക്ഷിണം ചെയ്യാൻ മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് എല്ലാവരും അമ്പലത്തിൽ പോയതാണ്. അപ്പോൾ അഭി ശയനപ്രദക്ഷിണമൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, അതൊക്കെ കാണിക്കുന്നുണ്ട്. അതിന് മുന്നേ ജലജയും ഇങ്ങനെ നവ്യയും മുത്തശ്ശിയും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ എൻ്റെ അമ്മായിയമ്മയും എൻ്റെ ഭർത്താവുമാണ് എൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് ആ പാലിൽ വിഷം ചേർത്തെന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ജലജ ഇങ്ങനെ നവ്യനോട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളെക്കാളും ഒക്കെ ദേഷ്യമുള്ള ഒരുത്തി ഇവിടെ ഉണ്ട്, അനാമിക എന്ന് പറയുന്നവൾ, നീ അവളെ പോയി സംശയിക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ സംശയിക്കുന്ന സമയം നീ അവളെ പോയി സംശയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ജലജ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു സംശയം നവ്യയ്ക്കും മനസ്സിലുണ്ടാവുന്നുണ്ടായിരുന്നു. പിന്നീട് ജലജയാണെങ്കിലും ദേവയാനിയുടെ അടുത്താണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അഭി ഇങ്ങനെ ദേവയാനിക്ക് വേണ്ടിയിട്ട് ശയനപ്രദക്ഷിണം നടത്തിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ദേവയാനിക്കാണെങ്കിൽ അത് വിശ്വാസം വരുന്നില്ല. അപ്പോൾ ദേവയാനി എനിക്ക് വേണ്ടിയിട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഏട്ടത്തി സംശയം ഉണ്ടെങ്കിലും നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് വിളിച്ച് ചോദിക്ക്, ഇങ്ങനെ ഏട്ടത്തിയുടെ പേരിൽ അർച്ചന നടത്തിയിട്ടാണ് അവൻ ശയനപ്രദക്ഷിണം ചെയ്തത്, അവൻ അമ്മായിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുവേ. അപ്പോൾ പിന്നീട് അതുപോലെ തന്നെ ആ സമയത്താണ് ഏട്ടത്തിയുടെ മരുമോൾ അവളുടെ വീട്ടിൽ പോയി സുഖിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അവളോട് വീട്ടിൽ നിൽക്കാൻ പറഞ്ഞത് ഞാൻ തന്നെയല്ലേ, ആദർശ് മലയ്ക്ക് പോയിട്ട് വരുന്നത് വരെ അവളുടെ വീട്ടിൽ നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയും. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, ആദർശ് മലയ്ക്ക് പോയി കഴിഞ്ഞാലും പിന്നെ ഇങ്ങനെ അവൾ വീട്ടിലേക്ക് തിരിച്ചു വരുമല്ലോ എന്ന് പറയും. പിന്നെ നവ്യയും നയനിയും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ ആ അനാമിക മോളെ പുറത്താക്കും എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അനാമിക മോളായിരിക്കും അവിടുന്ന് പുറത്താവാൻ പോകുന്നതെന്ന് പറയും. ഏട്ടത്തി കൂടുതൽ സ്നേഹിക്കുന്ന അനാമിക മോളാവും അവിടുന്ന് പുറത്താവാൻ പോകുന്നതെന്നൊക്കെ പറയും കേട്ടോ. അല്ലെങ്കിലും ഇനിയിപ്പോൾ അവളിങ്ങനെ അമ്മ ഇങ്ങനെ അമൂല്യമായിട്ട് സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമെല്ലാം അവൾ തട്ടിയെടുത്തു. അപ്പോൾ അനാമിക മോളുടെ മുന്നിലൂടെയാണല്ലോ അവർ ആ സ്വർണം കൊണ്ടുപോയി നയനയ്ക്ക് കൊടുത്തത്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, അത് മോൾക്ക് വലിയ വിഷമമായിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അനാമികയ്ക്ക് വലിയ വിഷമമായിട്ടുണ്ട് എന്നൊക്കെ പറയേ. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു കമ്മൽ ചോദിച്ചിട്ട് പോലും അമ്മ എനിക്ക് തന്നില്ല, എനിക്ക് തരാത്തത് പോട്ടെ, ഇങ്ങനെ ഏട്ടത്തിക്ക് തന്നോ എന്നൊക്കെ ചോദിക്കൂട്ടോ ദേവയാനിയോട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അമ്മ ഒരുപാട് സ്വർണം തന്നിട്ടുണ്ട് എന്ന് പറയും. പിന്നെ അത് എനിക്കും തന്നിട്ടുണ്ടല്ലോ എന്ന് ജലജയും പറയട്ടോ. പക്ഷേ അമ്മ അങ്ങനെ അമൂല്യമായിട്ട് സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമല്ലേ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തത്. അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നയനിയെ സ്നേഹിക്കുന്നോ എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഏട്ടത്തിക്ക് കരൾ തന്നത് അവളാണെന്ന് നമുക്കൊക്കെ സംശയം തോന്നിപ്പോന്ന് പറയുമ്പോൾ ദേവയാനി പറയാണ്, അവളെൻ്റെ ഇങ്ങനെ ചങ്ക് പറിച്ചെടുത്താലും അവളെനിക്ക് താനായിട്ട് ഒന്നും തരാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് ജലജ പറയാണ്, ഇനിയിപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് നമ്മളെയൊക്കെ ആ വീട്ടിലെ ആണുങ്ങൾ അടിച്ച് പുറത്താക്കാതിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. ആദർശ് മലയ്ക്ക് പോയി വന്നാൽ പിന്നെ നയന് തിരിച്ചു വരാതിരിക്കാൻ എന്താ വഴി നീ ആലോചിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ ദേവയാനി ജലജനോട് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആദർശാണെങ്കിലും നയനെ ഇങ്ങനെ പിടിച്ച് നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, എന്നെ പിടിക്കൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാം എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയും, അത്രയ്ക്ക് ഇങ്ങനെ ആത്മവിശ്വാസമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് തന്നെയാണ് കേട്ടോ പിടിച്ച് നടത്തുന്നത്. പിന്നെ നയന ഇങ്ങനെ ദേവയാനിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ നടന്നു തുടങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ചെറുതായിട്ടൊക്കെ നടന്നു തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അമ്മയ്ക്ക് കരൾ കൊടുക്കാനൊക്കെ സാധിച്ചതിൽ എന്ന് പറയേ. എന്നാലും അമ്മ നിന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നിങ്ങനെ ആദർശ് പറയുന്ന സമയത്ത്, ആരും മനസ്സിലാക്കാനോ ഒന്നിനും വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ കരൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ നമ്മൾ കൊടുത്തതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ
വിളിച്ച് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ഇങ്ങനെ നയനെ ഇങ്ങനെ ആദർശ് പിടിച്ച് നടത്തുന്നതൊക്കെ കണ്ടിട്ട് തന്നെ ഗോവിന്ദനും അതുപോലെ തന്നെ കനയ്യയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇപ്പോൾ നയനയോട് ഭയങ്കര സ്നേഹമാണല്ലോ ആദർശിനെ. ആ കാര്യങ്ങളൊക്കെ പറയുകയാണ്. പക്ഷെ നവ്യയുടെ കാര്യമാണ് കഷ്ടം. ഇങ്ങനെ അഭി ഒരു ദുരന്തമാണെന്ന് ഇടയ്ക്ക് നന്ദും പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അഭിമോനല്ല ശരിക്കും ദുരന്തം, അവൻ്റെ അമ്മയാണ് ആ ജലജ എന്ന് പറയുന്നവള്. അവളുടെ സ്വഭാവം കൊണ്ടാണ് അഭി ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ പറയേ. പക്ഷേ ദേവയാനിക്ക് നമ്മുടെ മോളോട് ഇങ്ങനെ വെറുപ്പുണ്ടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും ഒക്കെ അവരിങ്ങനെ കുടുംബത്തെ സ്നേഹിക്കുന്ന ആളാണ്, കുടുംബസ്നേഹമുള്ളവരാണെന്നൊക്കെ ഇങ്ങനെ പറയേ. എന്തായാലും ഇനിയിപ്പോൾ ഇങ്ങനെ ആദർശും നയനിയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ആ ഒരു ആശ്വാസം അവർക്ക് ഉണ്ടായിരുന്നേ. പിന്നെ എന്തായാലും നയനിയാണെങ്കിലും ഇങ്ങനെ ആദർശിനോട് പറയാണ്, ആദർശേട്ടൻ എന്നെ ഇങ്ങനെ ഞാൻ നടക്കുന്നതൊക്കെ ഇങ്ങനെ പലരും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ സംശയമാവും. ഇനിയിപ്പോൾ ആദർശേട്ടൻ ഇങ്ങോട്ട് വരുന്നതന്നെ ആദർശേട്ടനെ ഫോളോ ചെയ്ത് അമ്മേനെ അറിയിക്കാൻ ആളുകളുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയാണ്, അങ്ങനെ ഇപ്പോൾ പേടിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല, നീ ഒരുപാട് പേടിച്ച് കഴിഞ്ഞതല്ലേ, ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയേ. പിന്നീട് അഭിയാണെങ്കിലും ശയനപ്രദക്ഷിണൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കൈയിൻ്റെ അവിടെയൊക്കെ നല്ല വേദനയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈയൊക്കെ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനാമിക വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്തുകൊണ്ട് എന്താ കൈയൊക്കെ വേദന എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് ഇങ്ങനെ നല്ല വേദനയുണ്ട് എന്ന് പറയുമ്പോൾ ഇനിയിപ്പം മകരവിളക്കിനല്ലേ ഇങ്ങനെ മലയ്ക്ക് പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അതെ, ഇനിയിപ്പോൾ ഒരു 15 ദിവസം കൂടെ ഇങ്ങനെ വ്രതം എടുക്കണം, അതും വലിയൊരു ശിക്ഷയാണെന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ടാണ് മുത്തശ്ശൻ അവിടേക്ക് വരുന്നത്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും കേട്ടോ. അല്ല അതിങ്ങനെ വല്യച്ഛനും ഇളയച്ഛനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടില്ല, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നിങ്ങനെ അബീനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്നിങ്ങനെ അബി പറയുകയും ചെയ്യാണ്. പിന്നീട് ഇങ്ങനെ ദേവയാനിയുടെ പക്കനാളാണ് അന്ന് എല്ലാവരും ഇങ്ങനെ വ്രതം പിടിക്കണം എന്നൊക്കെയാണ് കേട്ടോ, ഒരിക്കലും എടുക്കണം എന്നൊക്കെയാണ് മുത്തശ്ശൻ പറയുന്നത്. അപ്പോൾ അമ്മായിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യാന്നൊക്കെ അബി പറയാണ്. അപ്പോൾ അനാമികേനോടായിട്ടാണെങ്കിലും മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, മോളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ദേവയാനിയാണല്ലോ, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് മോൾക്കും വ്രതം എടുക്കാമെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടില്ലെങ്കിലും വല്യമ്മയുടെ പക്കനാളാണെന്ന് അറിഞ്ഞാൽ ഞാൻ വ്രതം എടുക്കും എന്നൊക്കെ പറയേ. പിന്നെ നവ്യ അങ്ങോട്ട് വരുന്ന സമയത്ത് അനാമിക പറയാണ്, ഇവിടെ എല്ലാവരും മലയ്ക്ക് പോകുന്നതുകൊണ്ട് നോൺ വെജ് കഴിക്കാൻ പറ്റാത്ത സങ്കടത്തിലാണ് എന്നിങ്ങനെ പറയൂട്ടോ. നവ്യനെയാണ് പറയുന്നത്. അപ്പോൾ അബിയാണെങ്കിലും ഇങ്ങനെ ഒരിക്കൽ പിടിക്കാന്നൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ ഇവനെ കൊണ്ട് അത് പറ്റുമോ എന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെ വ്രതം പിടിച്ചിട്ടുണ്ടല്ലോ, ഒരിക്കലൊക്കെ എടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴെന്ന് ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇവിടെ എല്ലാവരും ഏകദേശ വ്രതമൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഒരിക്കലും എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയും, എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് നവ്യയാണെങ്കിലും ഇങ്ങനെ ദേവയാനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരിക്കലും എടുക്കാന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും വേണ്ടാന്നാണ് കേട്ടോ പറയുന്നത്. മോളിപ്പോൾ ഇങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മോളുടെ കുഞ്ഞിനെ കുറിച്ചാണ്, മോളുടെ വയറ്റിലൊരു കുഞ്ഞില്ലേ, അതുകൊണ്ട് വ്രതമൊന്നും പിടിക്കേണ്ട എന്ന് പറയുമ്പോൾ അത് സാരമില്ല അമ്മായിക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് നവ്യ പറയേ. പിന്നീട് അനാമികയാണെങ്കിലും ഇങ്ങനെ ഞാൻ നാളെ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറ്റാവുന്ന തീരുമാനങ്ങൾ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് നവ്യ കളിയാക്കൂട്ടോ, ഇവളെ കൊണ്ട് അതൊന്നും പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ കേട്ടോ അത് നീയാണോ അവിടെ തീരുമാനിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ്റെ മുന്നിലിട്ടിട്ട് തന്നെ നവ്യനോട് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു, മതി നിർത്ത്, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വയസ്സിന് മൂത്തവരെ ഇങ്ങനെ എടി പൊടി എന്നൊന്നും വിളിക്കരുത് എന്നുള്ളത് എന്ന് പറയട്ടെ. അപ്പോൾ ഇതിങ്ങനെ മോളുടെ ഇങ്ങനെ അച്ഛനെ അമ്മേനെയാണ് ചോദ്യം ചെയ്യുന്നത്, അവരുടെ സംസ്കാരമല്ലേ മോൾക്കും കിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശനോട് സോറി പറയട്ടോ. അപ്പോൾ സോറി ഒന്നും വേണ്ട, തെറ്റ് മനസ്സിലായെങ്കിൽ ഇനിയിപ്പോൾ അത് ഇങ്ങനെ വയസ്സിന് മൂത്തവരെ ഇങ്ങനെ എടി പൊടി എന്നൊന്നും വിളിക്കാതിരുന്നാൽ മതി, തെറ്റ് മനസ്സിലാക്കിയെങ്കിൽ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ അനാമികയാണെങ്കിലും മുത്തശ്ശനെ കുറിച്ചാണ് കേട്ടോ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നത്, കിളവൻ്റെ ഓരോ തീരുമാനങ്ങൾ എന്നൊക്കെയാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ നവ്യയ്ക്കാണെങ്കിലും ഇത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇവളിപ്പോൾ മുത്തശ്ശനെ കുറിച്ച് ഇങ്ങനെ എന്താ ചിന്തിച്ചതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും മുത്തശ്ശി അവളുടെ കരണത്തോരണം കൊടുക്കുമെന്ന് പറയേ. അപ്പോൾ അനാമികയ്ക്കാണെങ്കിലും അത് ഇഷ്ടാവുന്നില്ല. അനാമിക പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള സംസാരമൊക്കെ കേട്ടുകൊണ്ട് ആരാ നിൽക്കുന്നത്, അതിനുള്ള മറുപടി അപ്പം തന്നെ കൊടുക്കില്ലേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, മതി, ഇവൻ്റെ മുത്തശ്ശൻ്റെ മുന്നിൽ നിന്നിട്ട് ആരും ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലായിരുന്നു, ഇപ്പോൾ കുറച്ചായിട്ടാണ് അതിനൊക്കെ ഒരു മാറ്റം വന്നതെന്ന് ഇങ്ങനെ പറയുകയെ. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.